അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1302. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇസ്നതാനി ഫിന്നാസ്, ജനങ്ങളിലുള്ള രണ്ട് കാര്യങ്ങൾ, ഹുമാ ബിഹിം കുഫറുൻ, അത് അവരിൽ കുഫറുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇത് ഒരു മുസ്ലിമിനോട് യോജിക്കാത്ത കാര്യങ്ങളാണ്, കുഫറിൻ്റെ അടയാളങ്ങളാണ്. ഏതാ രണ്ട് കാര്യങ്ങൾ? അത്വഅ്നു ഫിന്നസബ്, ഒന്ന് തറവാടിനെ ആക്ഷേപിക്കുക, തറവാടിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അത് കുറ്റകരമാണ്, ഒരു ചീത്ത സ്വഭാവമാണത്. മറ്റുള്ളവരുടെ തറവാട് പറഞ്ഞുകൊണ്ട് ആ തറവാടിൻ്റെ അയ്ബുകൾ വിളിച്ചു പറഞ്ഞ് തറവാടിനെ നിസാരപ്പെടുത്തുക, ആക്ഷേപിക്കുക എന്നുള്ളത്. അതുപോലെ വന്നിയാഹത്തു അലൽ മയ്യിത്ത്, മയ്യിത്തിൻ്റെ മേൽ അട്ടഹസിച്ച് കരയുക. ഉടയവരോ ഉറ്റവരൊക്കെ മരണപ്പെടുമ്പോൾ അവർ ചെയ്ത ഗുണങ്ങളും മറ്റൊക്കെ വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ച് കരയുക, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. അതൊക്കെ കാഫിരീങ്ങളുടെ അടയാളങ്ങളാണ്. അപ്പൊ ഇതൊരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് സ്വഭാവവും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സ്വഭാവങ്ങളെ, കുഫറിൻ്റെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി സ്വഹാബത്തിന് നൽകുന്ന നിർദ്ദേശമാണ്, ഈ രണ്ട് സ്വഭാവം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, അത് കുഫറിൻ്റെ അടയാളങ്ങളാണ്. തറവാടിനെ ആക്ഷേപിച്ച് സംസാരിക്കരുത്, ആരെങ്കിലും മരണപ്പെടുമ്പോൾ അട്ടഹസിച്ച് കരയരുത്, ക്ഷമയുള്ളവരാകണം. മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു മയ്യിത്തുമായി ബന്ധപ്പെട്ട സംസ്കരണങ്ങളിൽ ഏർപ്പെടുക എന്നല്ലാതെ അട്ടഹസിച്ച് കരയാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവരെ തറവാടിനെ ആക്ഷേപിച്ച് സംസാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.